പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ദുഃഖവാർത്തയാണ് വന്നിരിക്കുന്നത്. സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ ഡോക്ടർ ധനലക്ഷ്മി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഒരുപാട് ഉപദേശങ്ങൾ, ഒരുപാട് ചേർത്തുപിടിക്കലുകൾ ഒക്കെ സജീവമായി നടത്തിയിരുന്ന, ഓരോ മനുഷ്യൻ്റെയും ഓരോ പ്രവാസിയുടെയും മനസ്സിലേക്ക് ആഴത്തിൽ കടന്നു ചെന്ന ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു ഡോക്ടർ ധനലക്ഷ്മി. നമ്മെ വിട്ടുപിരിഞ്ഞ ആ ഒരു വിഷമം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അവർ TV 24/7 ആദരാഞ്ജലികൾ. ഒരിക്കലും ഒരാളെ കാണിക്കാനല്ല നമ്മുടെ ദുഃഖം പങ്കുവയ്ക്കുന്നത്. എനിക്ക് ബേസിക്കലി ഒരു സങ്കടം വന്നാൽ അത് എഴുതി കഴിയുമ്പോൾ എനിക്കത് മാറും. പക്ഷെ അതുപോലും വിമർശിപ്പിക്കും. ആ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വാട്സപ്പ് സ്റ്റേറ്റസ് ഒക്കെ ഇടുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും ആരെ കാണിക്കാനാണ്. അത് ആരെയും കാണിക്കാനല്ല, അത് കാരണം എനിക്കത് ആരും കാണാനല്ല, അത് എൻ്റെ പേഴ്സണൽ സങ്കടമാണ്. അത് എനിക്ക് എഴുതിയിട്ട് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവർ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം നീ ആരെ കാണിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, ഒരാളെ അയാളുടെ വഴിക്ക് വിട്ടേക്കുക. അത് അയാളുടെ ഐഡൻറ്റിറ്റിയാണ്. അയാൾക്ക് അതൊരു സന്തോഷമാണെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ഷുഡ് റിമെയിൻ ആസ് ഹാപ്പിനെസ്. നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം ചെയ്തു, നിങ്ങൾ തന്നെ അതെനിക്ക് തരണം എന്ന് ഷാഠ്യം പിടിക്കുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. പക്ഷെ ഇപ്പം നിങ്ങളിവിടെ വന്നത് എൻ്റെ ഭാഗ്യമാണ്. കാരണം ഒരിക്കലും ഞാൻ UAE വരുമ്പം ഇവിടെ ഞാൻ ഒരാളാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ ചെയ്യുന്ന നന്മകൾ കൊണ്ടായിരിക്കും ഇവിടെയുള്ള പ്രമുഖ വ്യക്തികളുടെ കൂടെ, ചിലപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ ചില വേദികൾ ഷെയർ ചെയ്യുമ്പം ഇവരുടെ കൂടെ ഇരിക്കാൻ മാത്രം യോഗ്യതയുണ്ടോയെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സമൂഹത്തിനെ എന്തിനു കുറ്റം പറയണു? നമ്മളാണ് ഈ സമൂഹത്തിനെ ചീത്തയാക്കിയത് അല്ലേ? അപ്പം നമ്മളാൽ കഴിയുന്ന നന്മകൾ സൊസൈറ്റിക്ക് കൊടുക്കുക. ആരെങ്കിലും നമ്മളെ കൊണ്ട് നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ആൾക്കാർ എന്നെ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്നെപ്പോലെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പം സാറ് പറഞ്ഞ പോലെ ഞാൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കും. നമ്മൾ ആരുടെയും ദുഃഖം അളക്കാൻ പോകരുത്. കാരണം നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ഇൻറ്റൻസിറ്റി, ഇപ്പം ചിലപ്പം ഒരാളുടെ സങ്കടം പറയുമ്പോൾ നമ്മളേക്ക് ഇതൊക്കെ ഒരു സങ്കടമാണോ, നിങ്ങളൊന്ന് ക്യാൻസർ സെൻറ്ററിൽ പോകൂ. പക്ഷെ ക്യാൻസർ സെൻറ്ററിൽ അല്ല സങ്കടമുള്ളത്, ക്യാൻസർ സെൻറ്ററിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഓരോരുത്തർക്കും ഒരു വ്യത്യസ്തമാണ് അതിൻ്റെ അളവ്. അയാൾക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്താവുമ്പോഴാണ് അയാളത് ഷെയർ ചെയ്യണത്. ആ സമയത്ത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ക്യാൻസർ സെൻറ്ററിൽ പോകൂ അല്ലെങ്കിൽ MCC, ഇതൊന്നും അല്ല നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഡോണ്ട് വറി, ഇറ്റ് വിൽ ബി ഓക്കെ, ഞാനുണ്ട് കൂടെ എന്ന് നമുക്ക് പറയാൻ ഒരാളുണ്ടെങ്കിൽ യു ആർ സക്സസ്ഫുൾ. ഒരു വ്യക്തിയോട് പറയായിരുന്നു, ആൾക്കൊരു ജോലി വേണം, പറയാണ് കുടുംബം പോറ്റാൻ വകുപ്പില്ല, പട്ടിണിയാണെന്ന് പറഞ്ഞപ്പോൾ ധീരതയോടെ വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരിക്കലും കോൺഫിഡൻസ് കളയരുത്, ചിരിച്ചുകൊണ്ട് പൊരുതണം. എന്താണ് പൊരുതേണ്ടത്? നമ്മൾ ആരോടാണ് നമ്മൾ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. വിശക്കണമെന്ന് പറയുമ്പം ഞാൻ ആ കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ജോലി കിട്ടുന്നവരെ ഞാൻ നോക്കിക്കോളാം. മനസ്സിലായില്ലേ? കാരണം വിശക്കുന്ന ആൾക്ക് ഭക്ഷണമാണ് വേണ്ടത്, അയാൾക്ക് കോൺഫിഡൻസ് അല്ല വേണ്ടത്. മനസ്സിലായില്ല? അയാൾക്ക് നമ്മുടെ സഹതാപം അല്ല വേണ്ടത്. അപ്പം എല്ലാറ്റിനും ഇപ്പം നിങ്ങൾക്ക് പനിയാണെങ്കിൽ പാരസെറ്റമോളാണ് വേണ്ടത്, പനിക്കുള്ള ഗുളികയാണ് വേണ്ടത്. അല്ലാതെ പനിയാണ് അത് സമയം വരുമ്പോൾ പോവും, അതല്ല. വിശക്കുന്നവന് ഭക്ഷണം തന്നെ കൊടുക്കണം. അതുകൊണ്ട് സമൂഹം മാറണം. ഈ സമയം ഇല്ല എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്ക്യൂസാണ്, തോന്നിയിട്ടില്ലേ? കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്യും. ഇപ്പം നമ്മൾ ബ്രഷ് ചെയ്യാതെ പുറത്ത് പോവില്ല, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനെ നമ്മൾ ഒരിക്കലും കാണാതിരിക്കില്ല ഇല്ലേ? നമുക്കിപ്പോൾ ഒരാൾക്ക് വയ്യ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളൊരു 10 മിനിറ്റെങ്കിലും കണ്ടുവയ്ക്കും. അതേസമയം എനിക്ക് നിങ്ങളൊരു പ്രയോറിറ്റി അല്ല എന്ന് തോന്നുമ്പോൾ എനിക്ക് സമയമില്ല, തിരക്കാണെന്ന് പറയും. അപ്പം എനിക്ക് പൊതുവേ തോന്നുന്നത് സമയമില്ല എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശരി. ഞാൻ ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല. ഇപ്പം മാം ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിയാണ്. ചില ആൾക്കാർ പറയുമ്പോൾ
ഞാൻ ഇച്ചിരി ബിസിയാണ് അതെ എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടെത്താം, വേണമെങ്കിൽ കണ്ടെത്താം. പക്ഷെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. അത് നമ്മുടെ പ്രയോറിറ്റി പോലെ ഇരിക്കും. ഇപ്പം എനിക്ക് നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാനൊരു സമയം കണ്ടെത്തും. അതേസമയം നിങ്ങൾ എൻ്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ അത് ഞാൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കും. പിന്നെ അവസാനം ഒരു കവിയുടെ ഭാഷയിൽ പറഞ്ഞ മരിച്ചു കഴിയുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരും, ഞാൻ ഇന്നലെ കാണാൻ പോകണം എന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആരെങ്കിലും കാണാൻ പോകണം അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് പറയാം. അല്ലാതെ നമ്മളിപ്പം ഫ്ലൈറ്റിന് ടിക്കറ്റ് ഇല്ല, ചാർജ് ഹൈ ആണ്, അത് കഴിഞ്ഞ് മരിച്ചു എന്ന് അറിഞ്ഞാലോ നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് ഇവിടുന്ന് പോവും മരിച്ച ആളിനെ കാണാൻ. എന്തിനു വേണ്ടിയിട്ടാണ്?